ഫ്രണ്ട്സ് നമ്മൾ അന്നേ ലൈൻ ട്രാപ്പിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈൻ ട്രാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പുറത്ത് മറ്റേ വാഷ് ബേസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കിച്ചൻ്റെ ഉള്ളിലൊക്കെ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ആ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലൈൻ ട്രാപ്പ് വെക്കുന്നത്. നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ ഓൾറെഡി ട്രാപ്പ് ഉണ്ടാവും. ട്രാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള രീതിയിലേക്കൊന്നും സ്മെല്ല് വരില്ല. നേരെ മറിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് ഒഴിവാക്കാൻ പറ്റിയ സംഭവം. അപ്പോൾ അത് ആദ്യം വന്ന ഒരു ലൈൻ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ക്ലിപ്പുള്ള സാധനം കേട്ടോ. ക്ലിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ സംഭവമാണ്. പക്ഷേ അതൊന്നും കൂടി നമുക്ക് സ്മെല്ല് ക്ലിയർ ഒട്ടും തന്നെ വരാത്ത ലെവലിലാണ് ഇപ്പോൾ അടുത്തൊരു കമ്പനി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സ്മെല്ല് ഏരിയ ചോദ്യം ചിലപ്പോൾ സ്മെല്ല് വന്നേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇതിൻ്റെ മുകളിലുള്ള വാഷ് കാരണം കൊണ്ട് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഉള്ളിൽ സ്മെല്ല് വരും. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്മെല്ല് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു റബ്ബർ വാഷാണ്. ഈ സാധനം അത്രയും റബ്ബർ വാഷാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ സ്മെല്ല് വരില്ല. നമുക്കിത് ധൈര്യത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ പിന്നീട് വാഷ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ സ്മെല്ല് വരാത്ത രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെ അരമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ അരമാർക്ക് രീതിയിലാണ് നമ്മളിത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു വീഡിയോ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.